നമസ്കാരം. ഇതാണ് മലയാളിയുടെ ഒരു മോശം ചിന്താഗതിയും മലയാളിയുടെ മോശം നിലപാടുകളും. പറയാതിരിക്കുന്ന വൃത്തിയില്ല. രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം കുറച്ച് വീഡിയോകൾ വന്നു. തൊട്ടു മുമ്പ് ഹാഷ്മിയുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ ആദ്യ തന്റെ തനിക്ക് പറയാനുള്ളത് പറയുന്ന ഒരു വീഡിയോ, ഒരു ഇന്റർവ്യൂ അത് പുറത്തു വന്നു. അതിന് മാസങ്ങൾക്ക് മുമ്പേ നമുക്കറിയാം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആദ്യ വോയിസും കുറെ കാര്യങ്ങളൊക്കെ പുറത്തു വന്ന് യൂത്ത് കോൺഗ്രസ് സ്ഥാനം രാജിവെപ്പിച്ച് പ്രാഥമിക അംഗത്വം ഒക്കെ സസ്പെൻഡ് ചെയ്ത് ഒക്കെ കോൺഗ്രസ് നിലപാടെടുത്തിരുന്ന ആ സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ വീട്ടിലിരിക്കുകയായിരുന്നു. ആകെ ഡ്രോമ അടിച്ച് ഏതാണ്ട് ഒരു മാസത്തോളം വീട്ടിലിരുന്നു. പിന്നീട് ഡ്രോമ അടിച്ചു എന്ന് ഞാൻ പറയുന്നത് പൊതു ഇടത്തിലൊക്കെ മാന്യമായി മുടിയൊക്കെ വെട്ടി താടിയൊക്കെ ഒന്ന് ഒതുക്കി മര്യാദയ്ക്ക് ഷർട്ടൊക്കെ ഇട്ടൊക്കെ നടക്കുന്ന ഒരാൾ ഒരു എന്താ പറയാ ഒരു വാല കോല നീലാണ്ട എന്നൊരു മട്ടിൽ ആയിരുന്നു പിന്നീട് പുറത്തേക്ക് ഇറങ്ങി വന്നതും എന്തിന് നിയമസഭയിൽ പോലും ഹാജരായത്. അത് അന്ന് ഹാജരായില്ല എന്നുണ്ടെങ്കിൽ അയാളുടെ രാഷ്ട്രീയ ഭാവി തീർന്നു എന്നതുകൊണ്ട് ഹാജരായതാണ്. എന്നാൽ പിന്നീട് വലിയൊരു വിഭാഗത്തിന്റെ സംസാരമെല്ലാം കേട്ട് ഉപദേശമെല്ലാം കേട്ട് ഇതിനെയൊക്കെ നേരിടണമല്ലോ, അല്ലാതെ അങ്ങ് ആത്മഹത്യ ചെയ്യാൻ പറ്റില്ലല്ലോ. എന്ത് മലമറിക്കുന്ന പ്രശ്നം വന്നാലും ഇവിടെയുള്ള മുഴുവൻ ആൾക്കാരെ പുണ്യാളച്ചന്മാരൊന്നും അല്ല. അപ്പൊ അതുകൊണ്ട് ഇതിനെയൊക്കെ നേരിടണം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനുവേണ്ടി രംഗത്തിറങ്ങി. പിന്നെ പാലക്കാട് വന്ന് പഴയതുപോലെ തന്നെ ശരിയായി വന്ന സമയത്താണ് അടുത്ത കേസ് വരുന്നത്, രണ്ടാമത്തെ കേസ് വരുന്നത്, പിന്നെ മൂന്നാമത്തെ കേസിൽ പിടിച്ചകത്തിടുന്നതും. അപ്പൊ ഇത്രയും കേസുകൾ വന്നതിന് ശേഷം ഇതുവരെ നമ്മൾ കണക്ക് കൂട്ടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തില് മിണ്ടാത്തതിലായിരുന്നു വിഷയം. ഞാൻ രാഹുലിന്റെ പക്ഷം ചേർന്ന് പറയുന്നതല്ല, മറ്റൊന്ന് രണ്ട് കാര്യങ്ങൾ കൂടി എനിക്ക് ഇതിനോട് ചേർത്ത് പറയാനുണ്ട്. നമ്മളെ മലയാളികളുടെ ഒരു മനോഭാവം ഒന്നും പറയാതിരിക്കുന്ന വൃത്തിയില്ല. അതുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തെ സംബന്ധിച്ചിടത്തോളം അയാൾ ഇതുവരെ സംസാരിക്കാത്തതായിരുന്നു വിഷയം. അയാൾ എന്തുകൊണ്ട് മറുപടി പറയുന്നില്ല, എന്തുകൊണ്ട് വാസ്തവം പറയുന്നില്ല, ഇതൊക്കെയായിരുന്നു സോഷ്യൽ മീഡിയയുടെ ഏറ്റവും അപകടം എന്ന് പറയുന്നത്. ചാനലുകളിൽ കുറച്ച് ആൾക്കാർ എന്തായാലും ആ അപകടങ്ങളൊക്കെ തരണം ചെയ്തപ്പോൾ കഴിഞ്ഞ ദിവസം ഹാഷ്മി അദ്ദേഹമായിട്ട് ഇന്റർവ്യൂ ചെയ്ത് അത് പുറത്തേക്ക് വന്നു. രാഹുൽ മാങ്കൂട്ടത്തിന് പറയാനുള്ള ഭാഗത്തിന്റെ ഒരു ഭാഗം പുറത്തു വന്നു. കുറച്ച് എന്തൊക്കെ ഹാഷ്മിയോട് പറഞ്ഞിട്ടുണ്ടെന്ന് അറിയില്ല, എഡിറ്റഡ് ആണ് നമ്മൾ കണ്ടത്, അതുകൊണ്ട് തന്നെ കുറച്ചേ വന്നിട്ടുണ്ടാവും എന്ന് കരുതുന്നു. പക്ഷെ എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ അത്രയും സംസാരത്തിൽ നിന്ന് അദ്ദേഹത്തിന്റെ കയ്യിൽ ആവശ്യമായ തെളിവുകളുണ്ട് എന്നും രാഹുൽ മാങ്കൂട്ടത്തിനെ മനഃപൂർവ്വം കുരുക്കാൻ വേണ്ടിയിട്ടാണ് എന്നും രണ്ടാമത്തെ കേസിൽ പീഡനമേ നടന്നിട്ടില്ല എന്നും അതിൽ അക്സെപ്റ്റ് ചെയ്തത് ജാമ്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു അക്സെപ്റ്റൻസ് ആണ്, അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല, അവർ ഒരുമിച്ച് പോലും യാത്ര പോലും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞതിന് ശേഷവും അതൊക്കെ ആ ബന്ധപ്പെട്ട ഇര എന്ന് പറയപ്പെടുന്ന പരാതി കൊടുത്തു എന്ന് പറയപ്പെടുന്ന സ്ത്രീ ഒരാളുണ്ടെങ്കിൽ അവരിത് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, അവരതിനെ കുറിച്ച് പ്രതികരിച്ചിട്ടില്ല, ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. എന്നാൽ അതിനിടയിൽ ഷഹനാസിനെ കുറിച്ച് ഒന്ന് പറഞ്ഞു. ഷഹനാസിനെ കുറിച്ച് വളരെ നല്ല രീതിയിലാണ് സംസാരിച്ചത്, ബഹുമാനത്തോടു കൂടി ഞാൻ അറിയുന്ന ഷഹനാസ് എന്ന് പറഞ്ഞ രീതിയിൽ ഷഹനാസിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് സംസാരിച്ച രാഹുൽ മാങ്കൂട്ടത്തിനെ വളരെ മോശമായി അപമാനിച്ചുകൊണ്ട് ഷഹനാസിന്റെ മറ്റൊരു വീഡിയോയും കണ്ടു. ചാനലുകൾക്ക് മുന്നിൽ സംസാരിക്കുന്നത് കണ്ടു, കോഴിയാണ് മറ്റതാണ് മറിച്ചാണ് എന്നൊക്കെ. ഞാൻ ഈ പറഞ്ഞു വരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ജനങ്ങളുടെ നിലപാടാണ്. അയാൾ കുറ്റം ചെയ്തോ ഇല്ലയോ എന്ന് തീരുമാനിക്കപ്പെട്ടിട്ടില്ല. നിലവിൽ അദ്ദേഹം പറഞ്ഞ അനുസരിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ പീഡനമേ നടന്നിട്ടില്ല. പക്ഷെ കേസിന്റെ ചില തലങ്ങളിൽ നമുക്ക് ചില കാര്യങ്ങൾ വിളിച്ചു പറയാൻ പറ്റൂല. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. രാഹുൽ ഈശ്വറിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി ഓർക്കുന്നുണ്ടോ? രാഹുൽ ഈശ്വറിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയപ്പോ അദ്ദേഹത്തിന് വേണ്ടി അവിടെ ജാമ്യത്തിന് ചെന്നത് അറിയാവുന്ന കൊള്ളാവുന്ന വക്കീല് തന്നെയാണ്, ഏതെങ്കിലും ആപ്പയും ഊപ്പയും ചെന്ന് കയറിയൊന്നുമല്ല. അത്തരത്തിൽ അവിടെ വാദം നടക്കുമ്പോൾ പ്രോസിക്യൂട്ടർ അയാൾ എന്തോ വിളിച്ചു പറഞ്ഞു, പാച്ച എന്നാണ്. രാഹുൽ ഈശ്വർ എന്ന് പറഞ്ഞാല് അതൊക്കെ കാണുമ്പോൾ പെട്ടെന്ന് പ്രതികരിക്കുന്ന ആളാ. അയാൾ ഈ ചാനലിൽ ഇരുന്ന് സംസാരിക്കുന്ന പോലെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ യൂട്യൂബ് വീഡിയോയിൽ ഇരുന്ന് സംസാരിക്കുന്ന പോലെയാണ് കോടതി എന്ന് കരുതി. കോടതി എന്ന് പറഞ്ഞാൽ അവിടെ ചില ഭാഷാ വ്യത്യാസങ്ങളുണ്ട്, അവിടെ പലതും പല രീതിയിലും പറയും. പറഞ്ഞതിന് ശേഷം ഇപ്പോ എനിക്കറിയാവുന്ന ഒരു കേസ്, ആ കേസിൽ ഒരു പെറ്റീഷൻ ഫയൽ ചെയ്തു, അതായത് കേസ് തള്ളണം, ഈ കേസ് നിലനിൽക്കുന്ന കേസല്ല, ഇത് ശരിയായി വണ്ണം എടുത്തതല്ല, അതുകൊണ്ട് കേസ് തള്ളണം എന്ന് പറഞ്ഞുകൊണ്ട് ഹിയറിങ്ങിന് കൊടുത്തു. ആ ഹിയറിങ്ങിന് കൊടുത്തപ്പോ PP ഈ പറഞ്ഞ പ്രതിഭാഗം വക്കീലിനോട് ചോദിച്ചു, അല്ല നിങ്ങൾ സീരിയസ് ആയിട്ടാണോ അതോ വെറുതെ കൊടുത്തതാണോ എന്ന്. കാരണം അങ്ങനെ സീരിയസ് ആയിട്ട് കൊടുത്താണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഡിഫൻസ് എടുത്തിട്ടുണ്ട്, വേറെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാണ്ട്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അവർ കക്ഷികളാണ്, അവർക്ക് കിട്ടുന്ന ഡ്യൂട്ടി ഭംഗിയായിട്ട് ചെയ്യുക, അവരെ കൈയിട്ടുന്ന ഭാഗം ശരിയാണെന്ന് സമർത്ഥിക്കാന്ന് മാത്രമേ ഉള്ളൂ. അതിന്റെ നീതിയുടെ ഒക്കെ വേറെ വിഷയമാണ്, അന്ന് അവിടെ വരില്ല. എന്തും പറയും, ചിലപ്പോൾ ഇല്ലാത്തതും കൊല്ലാത്തതൊക്കെ പറയും, അയാൾ അങ്ങനെ പോയി ഇങ്ങനെ പോയി എന്നൊക്കെ പറയും. FIRൽ എഴുതി വെക്കുന്നത് എന്തൊക്കെയാണ്, FISൽ പറയുന്നത് എന്തൊക്കെയാണ്, പോലീസ് കണ്ടെത്തി എന്ന് പറയുന്ന കുറ്റപത്രത്തിൽ എഴുതി വെക്കുന്നത് എന്തൊക്കെയാണ്.
അറിയാമല്ലോ, നിരപരാധികളെ എത്ര ആൾക്കാർ ജയിലിൽ കിടക്കുന്നുണ്ട്. ആ ജയിലിൽ കിടക്കുന്നതൊക്കെ കുറ്റം ചെയ്തിട്ടാ. അതിലേക്ക് ഞാൻ വരുന്നുണ്ട്. ഏതായാലും ആ ഒരു നിലയിൽ ഒരു തീരുമാനം എടുത്തിട്ടില്ല. ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് അവിടെ ഒരു ഒരു ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഇയാൾക്ക് ജാമ്യം കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് വക്കീല് പ്രോസിക്യൂട്ടർ ഒരു ഡയലോഗ് അടിച്ചപ്പോൾ രാഹുൽ ഈശ്വർക്ക് അത് പറ്റിയില്ല. രാഹുൽ ഈശ്വർ അവിടെ നിന്നുകൊണ്ട് രാജ്യസ്നേഹം അത് ഇത് മറ്റത് മറിച്ചെന്ന് കുറെ സംസാരിച്ചതോടുകൂടി ജഡ്ജ് ഒരു കാര്യം തീരുമാനിച്ചു. എന്നാ ഒരു കാര്യം ചെയ്യും, ഇത്രയൊക്കെ അറിയുന്ന ആളല്ലേ എന്ന്. കാര്യം അവിടെ അത് മോശമാണ്, അങ്ങനെ സംസാരിക്കാൻ പാടില്ല. കാര്യം രാഹുൽ ഈശ്വരന്റെ വക്കീൽ അവിടെ മര്യാദ സംസാരിക്കുന്നുണ്ട്, അയാൾ സംസാരിച്ചാൽ മതി. ഏത് വലിയപ്പാണെങ്കിലും അവിടെ മിണ്ടാതെ നിൽക്കും. നമുക്ക് അപ്പോ ആനുകൂല്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ട്, കോടതിയിൽ നിന്ന് നമുക്ക് അനുകൂലമായ കാര്യങ്ങൾ നേടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എവിടെ നിന്നാണോ അവിടെ നിന്ന് നമ്മൾ എന്താണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് എന്താണോ അവിടെ അപ്പോ ചെയ്യേണ്ടത് അതാണ് ചെയ്യുന്നത്. രാഹുൽ മാങ്കൂട്ടം അഡ്മിറ്റ് ചെയ്യുന്നത്, ഞാൻ ഉഭയകക്ഷി സമ്മതപ്രകാരമാണ് ലൈംഗിക ബന്ധം നടത്തിയത് എന്ന് അഡ്മിറ്റ് ചെയ്യുന്നത് അതുകൊണ്ടാണ്. യഥാർത്ഥത്തിൽ കഴിഞ്ഞ ദിവസം ഹഷ്മിയായിട്ടുള്ള സംസാരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്താ പറഞ്ഞേ, ഞാന് ഈ ഫെന്നി നൈനാനും അതുപോലെ ഈ പറഞ്ഞ പരാതി കൊടുത്ത പെണ്ണുമായി ഒരുമിച്ച് ഞങ്ങൾ യാത്ര ചെയ്തിട്ടില്ല. ഇനി ഫെന്നിയെ മാറ്റി നിർത്താൻ, ഞങ്ങൾ യാത്ര ചെയ്തിട്ടില്ല, ഞങ്ങൾ ഒരുമിച്ച് ചേർന്നിട്ടില്ല. അതായത് ആദ്യം ഹോട്ടൽ എന്ന് പറഞ്ഞു, പിന്നെ ഹോം സ്റ്റേ എന്ന് പറഞ്ഞു. അതായത് അത്തരത്തിലൊരു സംഗമമേ ഉണ്ടായിട്ടില്ല. അത്തരത്തിലൊരു സംഗമം ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഒരു പീഡനം നടക്കും അവിടെ ഇല്ലല്ലോ. എന്നിട്ട് രാഹുൽ മാങ്കൂട്ടത്തിലെ വക്കീൽ എന്താ പറഞ്ഞത്, അത് ഉഭയകക്ഷി സമ്മതപ്രകാരമാണ്, ജാമ്യം കിട്ടാതെ പറയേണ്ടി വരും. അതുകൊണ്ട് പറഞ്ഞു അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്ന് തെളിയിക്കേണ്ടി വരും. അതൊക്കെ ഹിയറിംഗിലാണ് തെളിയിക്കുന്നത്. അപ്പൊ പ്രാഥമ ദൃഷ്ടിയ നമുക്ക് എന്താ വേണ്ടത്, ജാമ്യമാണ്. ബാക്കിയൊക്കെ അത് കഴിഞ്ഞിട്ടല്ലേ. അപ്പൊ അത്തരത്തിൽ ആണ് കാര്യങ്ങൾ പോകുന്നത്. ആ ഒരു സ്റ്റേജിൽ പോലും നമ്മൾ മലയാളികൾ രാഹുൽ മാങ്കൂട്ടത്തിനെ ഏത് രീതിയിലാണ് കണ്ടത്? അയാൾ ചെയ്തിട്ടുള്ള കുറേ നല്ല കാര്യങ്ങളുണ്ട്. പാലക്കാടും മറ്റു മേഖലയിലും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ചൊന്നും ഒരു അക്ഷരം വേണ്ടിയില്ല. പകരം ഏതൊക്കെയോ ചില പെണ്ണുങ്ങൾ എവിടേക്കോ നിന്ന് സംസാരിച്ചു എന്ന് പറയപ്പെടുമ്പോ, അങ്ങനെയാണ് ശരി, പറയപ്പെടുമ്പോ, കാര്യം ഇവരെ ആരും നേരിട്ട് പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടില്ല, ഒരു പരാതി കൊടുത്തിട്ടില്ല. മുഖ്യമന്ത്രി അവർക്ക് വേണ്ടി ഏജന്റായിട്ട് പ്രവർത്തിക്കുകയാണ്, അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് അതിനു വേണ്ടിയിട്ട് ഏജന്റായിട്ട് പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. KPCC പ്രസിഡന്റ് ഒക്കെ ഏജന്റായിട്ട് പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. പോലീസ് സ്റ്റേഷനൊന്നും അവർക്ക് അറിയില്ല, പോകാനായിട്ട് പറ്റേയില്ല. ഇപ്പോ മൂന്നാമത്തെ പരാതിയിൽ പരാതിക്കാരി നേരിട്ട് ഒപ്പുവെച്ചു എന്ന് കേൾക്കുന്നുണ്ട്. അതായത് ഓൺലൈനായി പരാതി അയക്കുമ്പോൾ നേരിട്ട് എങ്ങനെയാണ് അതിൽ ഒപ്പ് ഇടുന്നതെന്ന് മനസ്സിലായിട്ടില്ല. ആള് നാട്ടിലെത്തിക്കണം അത്രേ. അതിനുള്ള അർത്ഥം യഥാർത്ഥത്തിൽ അവിടെ നിന്ന് കാനഡയിൽ നിന്ന് ഇങ്ങോട്ട് കയറിയിട്ടുണ്ടോ? ഇല്ല, ഫ്ലൈറ്റ് കയറിയിട്ടുമില്ല. പിന്നെ ഇങ്ങനെ ഒപ്പുവെച്ചു, ചോദ്യമൊക്കെ അവിടെ കിടക്കുകയാണ്. അപ്പോ ഒരാളെ പൂട്ടാൻ വേണ്ടി ഒരു കൂട്ടർ ശ്രമിക്കുമ്പോൾ അവർ പരമാവധി ശ്രമിക്കും, പരമാവധി പ്രചരിപ്പിക്കും. അവരുടെ രാഷ്ട്രീയ, സാമൂഹിക, സോഷ്യൽ മേഖല വെച്ചുകൊണ്ട് എത്രത്തോളം അവർ ശ്രമിക്കുമെന്ന് വെച്ചാൽ അത്രത്തോളം ശ്രമിക്കും. അതുപോലെ തന്നെ അതിനെ പ്രതിരോധിച്ചുകൊണ്ട് അതിൽ നിന്ന് അതിജീവിച്ചു വരാൻ രാഹുൽ മാങ്കൂട്ടം എന്നല്ല ആരായാലും അത് പരിശ്രമിച്ചുകൊണ്ടിരിക്കും. അത്രേ ഉള്ളൂ. ഇവിടെ അതിന്റെ ഭാഗമായി രാഹുൽ മാങ്കൂട്ടം ഇനിയും ഇണ്ടാതിരുന്നു കഴിഞ്ഞാൽ ശരിയാവില്ല എന്ന് മനസ്സിലായിക്കൊണ്ട് കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോൾ ഷഹനാസിനോട് ഒരു കാര്യം പറഞ്ഞോളൂ. ഷഹനാസ്, ഡൽഹിക്ക് ഞാൻ പോയ സമയത്ത് നമുക്ക് ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് ഷഹനാസ് ഒരു ആരോപണം പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞല്ലോ. ഇതൊക്കെ മീഡിയയിലൂടെ, നമ്മുടെ ഫോണിലൂടെ, ചാറ്റിലൂടെ ഒക്കെ സംസാരിച്ച് ആ ദൃശ്യങ്ങളൊന്ന് പുറത്തിടുന്ന് പറഞ്ഞാൽ ഷഹനാസ് ഇതുവരെ അത് പുറത്തുവിട്ടിട്ടില്ല. അത് പുറത്തുവിടാതെ ഇന്നലെ വന്നിരുന്ന് കോഴി മറ്റത് മറിച്ചെന്നൊക്കെയാണ് പറഞ്ഞത്. ഇതൊക്കെ കേട്ടിട്ട് ഒരു വിഭാഗം രാഹുൽ മാങ്കൂട്ടത്തിന് പൊങ്കാലയിടുന്നു. നാളെ ഈ 3 കേസിലും അല്ലെങ്കിൽ ഇതുപോലുള്ള എല്ലാ കേസിലും കോടതി അയാളെ കുറ്റവിമുക്തനാക്കി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അപ്പോഴും നമ്മളിത് പറഞ്ഞുകൊണ്ട് നടക്കുമോ? നമ്മൾ പരമോന്നത കോടതിയിലാണല്ലോ എല്ലാം വെക്കുന്നത്, ഇല്ലേ? ഇനി എനിക്ക് എതിരെ ഒരു പക്ഷെ നിങ്ങൾ സംസാരിക്കാൻ സാധ്യതയുള്ള മറ്റൊരു വിഷയത്തിലേക്ക് കൂടെ ഒന്ന് പോവാണ്. നമ്മളൊക്കെ വളരെ എന്താ പറയാ ഇമോഷണലായി ചെയ്തൊരു വീഡിയോയാണ് കഴിഞ്ഞ ദിവസം ബസ്സിൽ വെച്ചിട്ടുള്ള ഒരു റീൽ ചിത്രീകരണം. അറിയാലോ, ഷിഞ്ചിത എടുത്തിട്ടുള്ള വീഡിയോ, ദീപകിന്റെ ആത്മഹത്യയൊക്കെ നമ്മളത് കണ്ടതാ. ആ ദീപക് ആത്മഹത്യ ചെയ്തത് ഷിഞ്ചിത വീഡിയോ എടുത്ത് യൂട്യൂബിൽ ഇട്ടത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ ഇൻസ്റ്റയിലോ ഒക്കെ ഇട്ടത് കൊണ്ടാണ് എന്നാണല്ലോ കേസ്. അതുകൊണ്ടാണ് ആത്മഹത്യ പ്രേരണ കുറ്റം ചുമത്തി കേസ് എടുത്തിട്ടുള്ളതും. ഷിഞ്ചിത് ഇപ്പൊ ജയിലിൽ കിടക്കുന്നത്, ജാമ്യം കിട്ടിയല്ലോ എന്ന് എനിക്കറിയില്ല, ഇന്നും നിലത്തെ അവസ്ഥ ഒന്നും എനിക്കറിയില്ല, കിട്ടിയിട്ടില്ല എന്നാണ് എന്റെ ഒരു ധാരണ. ആത്മഹത്യ പ്രേരണ കുറ്റത്തിന് പിടിച്ചകത്തിട്ടേക്കാണോ, ജാമ്യമില്ലാത്ത വകുപ്പാണല്ലോ, പിടിച്ചിട്ടേക്കാണ്. ഏതായാലും ദീപക് ആത്മഹത്യ ചെയ്തു. എന്നാൽ എനിക്കൊരു മറുഭാഗം ചോദിക്കാനുണ്ട്. ഷിഞ്ചിത ന്യായീകരിച്ചുകൊണ്ടല്ല. ഷിഞ്ചിത എന്ന് പറയുന്നത് അവളെ ഒരു പക്ഷേ അവളുടെ മാരടത്തിലേക്ക് ദീപക് മനഃപൂർവ്വം തട്ടിയതാണെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു തോന്നലുണ്ട്. അങ്ങനെ തോന്നൽ എന്ന് പറഞ്ഞാൽ ഷിഞ്ചിത അനങ്ങാതെ നിന്നുകൊണ്ട് അത് ആസ്വദിച്ചുകൊണ്ട് റീൽസ് ചിത്രീകരിച്ചിട്ടു എന്നുള്ളത് സത്യം തന്നെയാണ്, നിഷേധിക്കുന്നൊന്നുമില്ല. സാധാരണ ഒരാളുടെ മാരടത്തിൽ എവിടെയെങ്കിലും ഒന്ന് തട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഞെട്ടി മാറുകയോ അല്ലെങ്കിൽ മാറി നിൽക്കുകയൊക്കെയാണ് ചെയ്യാറ്. പക്ഷെ ഇവിടെ ആ തട്ടല് തട്ടിക്കൊണ്ട് തന്നെ എന്നാ തട്ടട്ടെ ഒന്ന് ഒരു തട്ടെ എന്ന രീതിയിലാണ് ഷിഞ്ചിത നിൽക്കുന്നത്.
അപ്പൊ ആ നിലയിൽ നിൽക്കുന്ന ആ നിൽപ്പാണ് ഷിഞ്ചിതയ്ക്ക് അപകടമായത്. അവിടുന്ന് ഞെട്ടി മാറിയിരുന്നെങ്കിൽ, ആ വീഡിയോയിൽ അത് പ്രകടമായിരുന്നെങ്കിൽ സംഗതി കൊണ്ട് തിരിഞ്ഞേനെ. പക്ഷെ ഞാനിത് ചോദിക്കുന്നത് ഇതൊന്നുമല്ല. ഷിഞ്ചിത ഇത്തരത്തിലൊരു വീഡിയോ ചെയ്തത് കൊണ്ട് മാത്രമാണോ ദീപക് ആത്മഹത്യ ചെയ്തത്? ഇതില് ദീപകിന് വേണ്ടിയിട്ട് വാദിക്കുന്ന, ഷിഞ്ചിതയെ പൊങ്കാലയിടാൻ നിൽക്കുന്ന മുഴുവൻ ആൾക്കാരോടുള്ള ചോദ്യമാണ്, നിങ്ങൾ ഈ പക്ഷപാതമൊക്കെ ഒന്ന് മാറ്റിവെച്ചിട്ട്, എന്നോടുള്ള കലിപ്പും എല്ലാം അങ്ങോട്ട് മാറ്റിവെച്ചിട്ട് ഒന്ന് ചിന്തിക്ക്. നമ്മളെയൊക്കെ മനസ്സിൽ നമുക്കറിയാലോ, നമ്മുടെ ഉള്ളിലിരിപ്പെല്ലാം നമുക്കറിയാലോ, നമ്മൾ എങ്ങനെയാണ് പെരുമാറുന്നത് നമുക്കറിയാലോ. അതല്ലല്ലോ നമ്മൾ പുറത്ത് എടുക്കുന്നത്, ആണോ? പുറത്ത് നമ്മൾ മറ്റുള്ളവരോട് പെരുമാറുന്നത്, നമ്മുടെ അമ്മമാരോട്, നമ്മുടെ പെങ്ങന്മാരോട്, നമ്മുടെ നാട്ടുകാരോട്, നമ്മുടെ സുഹൃത്തുക്കളോടൊക്കെ നമ്മൾ പെരുമാറുമ്പോഴും നമ്മുടെ എല്ലാം ഉള്ളിൽ, എന്റെ ഉള്ളിലുണ്ട്, നിങ്ങളുടെയൊക്കെ ഉള്ളിലുണ്ടാവുന്ന ഞാൻ കരുതുന്നത്. പക്ഷെ നമ്മൾ അതിനൊക്കെ അടക്കി വെച്ചിട്ട്, ഒതുക്കി വെച്ചിട്ട് പെരുമാറുന്നത് കൊണ്ടാണ് നമ്മൾ ആ രീതിയിൽ ജീവിക്കാൻ പറ്റുന്നത്. അതുപോലെ എല്ലാ മനസ്സും എല്ലാവരുടെ കയ്യിലും ഉണ്ട്. എന്റെ വീഡിയോ കാണുന്ന നിങ്ങളുടെ ഉള്ളിലും അതുണ്ട്, എല്ലാവരുടെ ഉള്ളിലും ഉണ്ട്. അല്ലെങ്കിൽ അത് മനുഷ്യരാവില്ലെന്നേ. അതുകൊണ്ടാണ്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഷിഞ്ചിത ഒരു റീലിന് വേണ്ടി വൈറലാകാൻ വേണ്ടി അത്തരത്തിലുള്ള ഒരു വീഡിയോ എടുത്തു, ശരി. അതിൽ ഒരു വീഡിയോ പബ്ലിഷ് ചെയ്തത് കൊണ്ട് മാത്രമാണ് ദീപക് ആത്മഹത്യ ചെയ്തത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. മരിച്ച് മണ്ണടിഞ്ഞ് മുകളിൽ നിൽക്കുന്ന ദീപകിനെ അപമാനിക്കാൻ വേണ്ടി പറയുന്നതല്ല, ഈ സാഹചര്യത്തിൽ പറയുന്നതാണ്. അതായത് ദീപകിനെ സംബന്ധിച്ചിടത്തോളം ജസ്റ്റ് ഒന്ന് തട്ടുന്നുണ്ട്, അത് അറിയാതെ തട്ടുന്നതാണ്. അറിയാതെ തട്ടുന്ന സമയത്ത് ദീപക് ചെറുതായി ഒന്ന് തിരിഞ്ഞു നോക്കുന്നുണ്ട്, എന്നിട്ട് വീണ്ടും മുന്നോട്ട് നടക്കുന്നുണ്ട്. മുന്നോട്ട് നടന്ന ശേഷം കൈ നന്നായിട്ടൊന്ന് പൊന്തിച്ച് നല്ല രീതിയിൽ നിന്ന് ഒരുതുന്നുണ്ട്. പക്ഷെ ആ സമയത്ത് ഷിഞ്ചിത മാറുന്നില്ല. അവിടെയാണ് പ്രശ്നം. ഷിഞ്ചിത മാറേണ്ടതാണ്, പക്ഷെ മാറാതെ ഒരു പുഞ്ചിരിയോട് കൂടി കിട്ടിപ്പോയി എന്ന രീതിയിൽ അവിടെ നിന്നുകൊണ്ട് വീഡിയോ എടുത്തു. എന്നാൽ ദീപകിന്റെ കൈ നന്നായി ഒരുതുന്നുണ്ട്. അത് അറിഞ്ഞുകൊണ്ട് തന്നെ ഒരുതുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. മറ്റുള്ളവർക്ക് എന്ത് തോന്നിയാലും വേണ്ടില്ല, എനിക്ക് തന്നെ തോന്നിയത്. പക്ഷെ ഷിഞ്ചിത അങ്ങനെ നിന്നതുകൊണ്ടാണ് ഞാൻ ഇതിനെ സപ്പോർട്ട് ചെയ്യാത്തത്. അത്രേ ഉള്ളൂ. ഏതായാലും അത് വീഡിയോ വന്നു. ഈ ദീപകിന് മറ്റേതെങ്കിലും ബന്ധങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളോ ഇല്ല എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ആർക്കും പറയാൻ പറ്റില്ല. മറ്റെന്തെങ്കിലും ബന്ധങ്ങളുണ്ടാവും. ഒരു പരാതി ഷിഞ്ചിതയുടെ ഭാഗത്ത് നിന്ന് വന്നാൽ, ഷിഞ്ചിത വീഡിയോ വൈറലാക്കി, ഷിഞ്ചിതയുടെ മാരടത്തിൽ ഉരസിയിട്ടുള്ള പീഡന വീരനായിട്ടാണ് ആ സമയത്ത് മരിക്കുന്നതിന് മുമ്പ് ദീപക് നിൽക്കുന്നത്. ആ സമയത്ത് ഒരുപക്ഷെ ഷിഞ്ചിത കേസ് കൊടുത്താൽ അയാൾ അങ്ങനെയായിരിക്കും ഭയപ്പെട്ടിട്ടുണ്ടാകുക. അങ്ങനെ ഷിഞ്ചിത കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഇയാൾ പ്രതിയാകുകയും ഒരുപക്ഷെ ഇയാൾ ഇതിനു മുമ്പ് മറ്റെന്തെങ്കിലുമൊക്കെ വേല കാണിച്ചിട്ടുള്ള ആരെങ്കിലുമൊക്കെ പരാതിയുമായി മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ സംഗതി ആ പീസ് പൂട്ടുമെന്ന് കരുതി ദീപക് ആത്മഹത്യ ചെയ്തതല്ല എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല. സാധ്യതയാണ് ഞാൻ പറയുന്നത്, ചെയ്തു എന്നല്ല. സാധ്യതയാണ്. കാരണം എല്ലാ മനുഷ്യരിലും എല്ലാത്തരം ആൾക്കാരും ഉണ്ട്. എല്ലാത്തരം ആൾക്കാരിലും ഉണ്ട്. അതുകൊണ്ട് നമ്മൾ അന്തിമ വിധി പറയുന്നതിന് മുമ്പ് സാഹചര്യങ്ങളിലൂടെ നമ്മൾ നോക്കാനുണ്ട്, സാധ്യതകളിലൂടെ നോക്കാനുണ്ട്. എനിക്ക് തോന്നുന്നു ഈ അന്വേഷണ വിഭാഗങ്ങളൊക്കെ അത് നോക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവർ ഉദ്ദേശിക്കാത്ത വിധത്തിൽ പോലും കേസ് തെളിയിക്കുന്നത്. കേരള പോലീസിന്റെ കേസ് തെളിയിക്കുന്ന രീതി നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. തലേ ദിവസം വരെ അല്ലെങ്കിൽ ആ സമയം വരെ പ്രതികൾക്ക് വേണ്ടി തെരച്ചിൽ നടത്തിയിട്ടുള്ള, അതിനുവേണ്ടി പോലീസിന് സകല ഒത്താശയും ചെയ്തു കൊടുത്തിട്ടുള്ള, പോലീസിന് വേണ്ടി കൂടെ നിൽക്കുന്ന ഒരാളെ, അങ്ങനെയൊക്കെ ഒരാളെയാണ് പെട്ടെന്ന് പ്രതിയാക്കിയിട്ട് പോലീസ് പൊക്കി അങ്ങോട്ട് എടുത്തിരുന്നത്. അതാണ് പോലീസ് എന്ന് പറയുന്നത്. അവർ കൃത്യമായി മൊത്തത്തിൽ നോക്കുന്നു. ഏറ്റവും കൂടുതൽ ആക്റ്റീവായി നിൽക്കുന്നവരിൽ തന്നെ ചിലപ്പോൾ ഒരു പ്രതി ഉണ്ടാകും, ഒളിഞ്ഞിരിക്കുന്ന പ്രതി ഉണ്ടാവും. അതാ നാട്ടുകാരും വീട്ടുകാരും ആരും അറിയാത്ത, ആരും ചിന്തിക്കാത്ത ഒരാളായിരിക്കും പോലീസ് ഒരു സുപ്രഭാതത്തിൽ പൊക്കി അങ്ങോട്ട് എടുക്കുന്നത്. അതാണ് കേരള പോലീസിന്റെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് വിടുപണി എടുക്കുന്നവരുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, യൂണിഫോം ഇട്ടിട്ട് വിടുപണി എടുക്കുന്നവരുടെ കാര്യമല്ല പറഞ്ഞത്. കേരള പോലീസിന്റെ ഒരു മേന്മ അതാണ്. അപ്പോ ആ ഒരു സാധ്യത ഇവിടെ ഉണ്ട്. പക്ഷെ ദീപക് മരണപ്പെട്ടു പോയതുകൊണ്ട്, അയാൾ ആത്മഹത്യ ചെയ്തതുകൊണ്ട് ആ ഒരു ഭാഗം സംസാരിക്കുന്നില്ല എന്നേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ആ ഭാഗം സംസാരിക്കുന്നില്ല എന്നതുപോലെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യം. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം എന്ന് പറയുന്നത്, ഇപ്പോ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്രയും കാലം സംസാരിക്കാത്തതായിരുന്നു പ്രശ്നം. ഇപ്പൊ സംസാരിച്ച അയാളുടെ ഭാഗം പറയാൻ വന്നപ്പോ അയാളുടെ ഭാഗം പറയണ്ട, അയാളുടെ ഭാഗം പറയാൻ പാടില്ല എന്ന നിലയിലേക്കാണ് ഇപ്പൊ കാര്യങ്ങൾ പോണത്. എന്താ പറയണ്ടേ? അയാള് നീതി അറിയിക്കുന്നില്ല. അയാൾക്കൊരു നീതിയും നിയമവും കാര്യങ്ങളൊന്നുമില്ല. ഇന്ത്യ മഹാരാജ്യത്തോ പൗരനൊന്നും അല്ല അയാള്. അപ്പൊ അയാൾ പറയട്ടെ. അയാൾ പറയുമ്പോൾ ചിലപ്പോ പരാതിക്കാർ ചിലപ്പോ ഉണ്ട തിന്നു വരും, ചിലപ്പോ പരാതിക്കാർ നാണം കിട്ടുമെന്ന് വരും. ഇപ്പൊ ഈ കൊക്കും കോണാനും എടുത്തുകൊണ്ട് പൊന്തിച്ച് ചാടുന്ന ആൾക്കാരുണ്ടല്ലോ, അവർക്ക് ചിലപ്പോൾ വായടച്ച് മിണ്ടാതിരിക്കേണ്ടി വരും. അതൊക്കെ വേണ്ടി വരും, അത് സ്വാഭാവികമാണ്. അതും കൂടി കാണണമെന്നേ. രാഷ്ട്രീയമായിട്ട് ചേരി തിരിഞ്ഞു നിന്നുകൊണ്ട് ആരെങ്കിലും അപഹസിക്കുന്നതോ അപവാദം പറയുന്നതോ അതിനെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. അവരത് പറഞ്ഞുകൊണ്ടിരിക്കും. രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ചായാലും ഇനി നേരെ തിരിച്ചായാലും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ ഇവിടെ
കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടൻ സംസാരിച്ച സംസാരത്തിൽ നിന്ന് എവിടെയും ഒരു മൈനസ് എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. ആകെ കാണാൻ കഴിഞ്ഞത് ഹഷ്മിയുടെ ആ ഒരു എടുത്തുചാട്ടമാണ്. ഹഷ്മി നല്ലൊരു അവതാരകനാണ്, നല്ല രീതിയിൽ എല്ലാം പ്രസന്റ് ചെയ്യാൻ കഴിയുന്ന ആളാണ്. അയാളെ ഇൻട്രോ എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. പക്ഷേ കഴിഞ്ഞ എത്രയോ മാസങ്ങളായി ഒരക്ഷരം മിണ്ടാൻ കഴിയാത്ത ഒരാൾ അയാളുടെ മനസ്സ് തുറന്ന് അയാൾക്ക് പറയാനായി ഒരു അവസരം കൊണ്ട് കൊടുക്കുമ്പോൾ അവിടെ ചാനൽ ചർച്ചയിൽ ഇരുന്നു കൊണ്ട് ആ ഗണപതിയെ അടിക്കുന്ന അടിയല്ല അവിടെ നിന്ന് അടിക്കേണ്ടത്. അതാണ് ഹഷ്മി അടിച്ചത്. അയാൾക്ക് പറയാനുള്ളത് പറയട്ടെ, അത് എന്ത് തന്നെയായിരുന്നാലും അത് മറ്റുള്ളവർ ഉൾക്കൊള്ളുന്നില്ലയോ എന്നുള്ളത് വേറെ വിഷയമാണ്. അതുമൊക്കെ അതിന്റെ വഴിക്ക് പോക്കോട്ടെ. അപ്പൊ ആ നിലയിൽ കാണാതെ ഹഷ്മി കാണിച്ചത് മാത്രമാണ് അവിടെ ചെറ്റത്തുറ എന്ന് പറയുന്നതിൽ ഹഷ്മിയെ അനുകൂലിക്കുന്ന ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ ആ കാണിച്ച ചെറ്റത്തുറ എന്ന് പറയുന്നതിൽ എന്നോട് വിഷമം തോന്നിയിട്ട് കാര്യമില്ല. ഇവിടെ സത്യത്തിൽ നമ്മുടെ ഈ മനസ്ഥിതി മാറിയേ പറ്റുള്ളൂ. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന വ്യക്തി, ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് പറയാനുള്ളത് പറഞ്ഞു കഴിയുമ്പോൾ മറ്റാർക്കെങ്കിലും കൊള്ളുന്നുണ്ടെങ്കിൽ സത്യം ഏതാണെന്ന് ജനങ്ങൾ മനസ്സിലാക്കുന്നതേ ഉള്ളൂ. ഞാൻ വീഡിയോ ചെയ്യുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയിട്ടല്ല, രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി വീഡിയോ ചെയ്യുകയുമില്ല, ആർക്കും വേണ്ടി വീഡിയോ ചെയ്യില്ല. പക്ഷെ ആ സമയത്തെ സാഹചര്യം അനുസരിച്ചിട്ട് എങ്ങനെയാണ് അവിടുത്തെ നീതി സംവിധാനം പ്രവർത്തിക്കേണ്ടത്, എങ്ങനെയാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത് എന്നതനുസരിച്ചിട്ടാണ്. രാഹുൽ മാങ്കൂട്ടം ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഇത്തരത്തിലുള്ള ഒരു ചീത്തപ്പേരും കേൾപ്പിക്കാൻ പാടില്ല. ഒരു പെണ്ണ് വന്നിട്ട് എന്നെ അങ്ങോട്ട് ചെയ്തോ എന്ന് പറഞ്ഞാൽ പോയി ചെയ്യാൻ പാടില്ല. രാഹുൽ അത് ചെയ്തു എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. രാഹുൽ പറയുന്നുണ്ടല്ലോ, അനാവശ്യമായി ഒരിക്കലും ഒരാളുടെ അനുമതി ഇല്ലാതെ ഞാനൊന്ന് കൈകൊണ്ട് തൊട്ടിട്ടില്ല, ഒരു ഷേക്കാൻഡ് പോലും കൊടുത്തിട്ടില്ല എന്ന് പറയുമ്പോൾ അത് രാഹുൽ ആത്മാർത്ഥമായിട്ട് പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ ഒരു പെണ്ണ് വന്ന് തുണി അഴിച്ചിട്ട് കിടന്നു വന്നിട്ട് എന്നെ ചെയ്യ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്തിട്ടുള്ള ആളല്ല രാഹുൽ മാങ്കൂട്ടൻ എന്ന് പറയാൻ എനിക്ക് ബുദ്ധിമുട്ടാണെന്നേ. ആ ഒരു കാര്യം അയാൾ ചെയ്തിട്ടുണ്ട് എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ അത് ധാർമ്മികമല്ല, അത് ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ അത് ചെയ്യാൻ പാടില്ലാത്തതാണ് എന്ന നിലപാടിലാണ് അന്നും ഇന്നും. പക്ഷെ അത്തരത്തിലൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗിൽ അയാൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചെയ്ത ശേഷം അയാൾക്കെതിരെ പരാതി കൊടുക്കുന്നത് ഭൂലോക ചെറ്റത്തരമാണ് എന്നാണ് പറയുന്നത്. അതിനാണ് കള്ളക്കേസാണെന്ന് പറയുന്നത്, അതിനാണ് രാഷ്ട്രീയ അജണ്ട എന്ന് പറയുന്നത്, അതിനെയാണ് ഭോഷ്ക് എന്ന് പറയുന്നത്, മോശം എന്ന് പറയുന്നത്. അതിനെയാണ് ഞാൻ എതിർക്കുന്നത്, അല്ലാതെ ആരുടെയും കുത്തിക്കഴപ്പ് തീർക്കുന്നതിനല്ല. അത് തീർത്തോട്ടെ, അത് അവരുടെ താല്പര്യമാണ്. ഞാൻ എതിരുന്നുമല്ല എങ്ങനെ നടക്കണമെന്നുള്ളത്. എങ്ങനെ നടക്കുന്നതും ഞാൻ എതിരല്ല. ഒരു വ്യക്തിയെ പോലും ഒരാളെ പോലും ഇങ്ങനെ ആകണമെന്ന് ഞാൻ പറയാറുമില്ല. അതുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തെ പിന്തുണയ്ക്കുന്നത്. രാഹുലിനെ എതിർക്കേണ്ടത് എതിർക്കുന്നുണ്ട്, രാഹുലിനെ പിന്തുണയ്ക്കുന്നുണ്ട്, അത്രേ ഉള്ളൂ. ചിലർക്ക് രാഹുൽ ഭക്തനായിട്ട് തന്നെ ചിത്രീകരിക്കുന്നുണ്ട്. അങ്ങനെയല്ലാന്നേ. രാഹുൽ ചെറ്റത്തരം കാണിച്ച ചെറ്റത്തരം തന്നെയാ. അതുപോലെ മറ്റുള്ളവർ ചെറ്റത്തരം കാണിക്കുമ്പോൾ അതും ചെറ്റത്തരം എന്ന് പറയണ്ടേ. അപ്പൊ രാഹുൽ പറയട്ടെ, രാഹുൽ പറയാനുള്ളത് രാഹുലിന് പറയട്ടെ. ഇത്രയും കാലം രാഹുലിനെ എല്ലാവരും കൂടെ വളഞ്ഞിട്ടടിച്ച് ബുദ്ധിമുട്ടിച്ച് തുമ്പില്ലാതാക്കി മേലെ കയറ്റിയിരുത്തിയൊക്കെയാണല്ലോ. ഇനി അയാൾ പറയട്ടെ. അയാൾ പറയുമ്പോൾ പലരുടെയും തല ചിലപ്പോൾ ഉരുണ്ടെന്ന് വരും. അവരത് അർഹിക്കുന്നുണ്ട്. അതും കൂടെ നമുക്ക് കാണാന്നേ. കാരണം ഇവരാരും അല്ലല്ലോ നമുക്ക് ചെലവിന് തരുന്നത്. ഞാനിപ്പോ CPM കാരനാണെങ്കിലും കോൺഗ്രസ്സുകാരനാണെങ്കിലും BJP കാരനാണെങ്കിലും ആരാണെങ്കിലും നിങ്ങളൊക്കെ ഇതിൽ എന്തൊക്കെയായിരുന്നാലും നിങ്ങളൊക്കെ തൂമ്പാപ്പണി എടുത്തിട്ട് അല്ലെങ്കിൽ നിങ്ങൾ കട്ടപ്പെട്ട ചോര നീരാക്കിയല്ലേ നിങ്ങൾ ജീവിക്കുന്നത്. നമ്മുടെയൊക്കെ രാഷ്ട്രീയ ചിന്താഗതി അവിടെ തന്നെ ഇരുന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല. നമുക്കിപ്പോ രാഹുൽ ജയിലിൽ കിടന്നാലും പുറത്തു കിടന്നാലും നമുക്ക് ഒരുപോലെ തന്നെയാണ്. പക്ഷെ നമുക്ക് പറയാനുള്ള ചില കാര്യങ്ങൾ, നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ ധാർമ്മികമായിരിക്കണം. നമുക്ക് തീരുമാനിച്ചൂടെ? നമ്മുടെ രാഷ്ട്രീയമൊക്കെ അവിടെ ഇരിക്കട്ടെ. ആ രാഷ്ട്രീയം വെച്ചുകൊണ്ട് നമ്മൾ എന്തിനാ മറ്റുള്ളവർ തെരുവിളിക്കാൻ നിൽക്കുന്നത്? അതിന്റെ ആവശ്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ഒരൊറ്റ കാര്യം കൊണ്ട് മാത്രമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ ഇക്കാര്യത്തിൽ ഞാൻ പിന്തുണയ്ക്കുന്നത്. എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെ. നേരത്തെ പറഞ്ഞ ദീപകിന്റെ കാര്യമായാലും ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യമായാലും ഷിഞ്ചിതയുടെ കാര്യമായാലും, ഷിഞ്ചിതനെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ജാമ്യം കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോഴും ജാമ്യം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നൊന്നുമില്ല. ജാമ്യം എന്തെങ്കിലും നിയമസഹായം ഷിഞ്ചിതയ്ക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്തു കൊടുക്കുകയും ചെയ്യും. കാരണം ഇത്രയധികം ഒരു വലിയൊരു സംഭവം ഓള് ചെയ്തിട്ടില്ല. ഒരു സാധാരണ ഒരു പെണ്ണിന് തോന്നിയിട്ടുള്ള ഒരു മാനസിക അപക്വത അതിങ്ങനെയൊന്നും വരുന്നൊന്നും പ്രതീക്ഷിച്ചില്ല. സംഗതി ആയിപ്പോയി, കുടുങ്ങിപ്പോയി, അത്രേ ഉള്ളൂ. അതെല്ലാവരും സംഭവിക്കുന്നത് തന്നെയാണ്. അത്ര തന്നെ ഉള്ളൂ. അതിലപ്പുറമൊന്നും എന്തെങ്കിലും ഉണ്ടെന്ന് കരുതുന്നില്ല. ഏതായാലും രാഹുൽ മാങ്കൂട്ടനെ സംബന്ധിച്ചിടത്തോളം അയാൾ സംസാരിച്ചു തുടങ്ങി, സംസാരിക്കട്ടെ, മുന്നോട്ട് പോട്ടെ, കാര്യങ്ങൾ അങ്ങ് പുറത്തു വരട്ടെ. കാരണം ഇത്രയും കാലം രാഹുൽ മാങ്കൂട്ടത്തിനെ എയറിൽ കയറ്റി നിർത്തിയിരുന്നവർ അങ്ങോട്ട് താഴെ ഇറങ്ങി നിൽക്കുന്ന സമയത്ത് അവരുടെ പുണ്യാളത്തരവും മറ്റു കാര്യങ്ങളും എല്ലാം കൂടി പുറത്തു വരട്ടെ. കാരണം അവർ പുണ്യവാളന്മാരും പുണ്യവതികളുമാണല്ലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് ജനം അറിയുന്നതിൽ ഒരു തെറ്റും പറയാനില്ലല്ലോ. Different angles. Don't forget to subscribe and support this channel.